വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗത്തിനൊപ്പം തന്നെ ചർച്ചയായ മറ്റൊരു വിഷയമാണ് അതിൻ്റെ വിവർത്തനം. എന്തായാലും വിവർത്തനം നടത്തിയ പള്ളിപ്പുറം ജയകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ആദ്യ തവണയല്ല പ്രധാനമന്ത്രിക്ക് വിവർത്തനം ചെയ്യുന്നത്. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് സ്ക്രിപ്റ്റ് അദ്ദേഹം ഒരു ഷെഡ്യൂൾഡ് സ്ക്രിപ്റ്റ് തന്നിരുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ SPGയിൽ ഉള്ളവർ പറഞ്ഞു, അദ്ദേഹം പല സ്ഥലങ്ങളിലും ഇത് കൂടാതെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എനിക്ക് ഇന്ന് അവിടെ ഒരു ടെക്നിക്കലി ഉണ്ടായ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ നിന്ന പോഡിയത്തിനടുത്ത് വച്ചിരുന്ന ഔട്ട്പുട്ട് ഓഡിയോ നന്നായിട്ട് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തു. അദ്ദേഹം പല സ്ഥലത്തും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എങ്കിൽ ഈ ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഞാൻ അത് പിന്നെ അദ്ദേഹം പറഞ്ഞത് വ്യക്തമായി എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. വിവർത്തനം ചെയ്ത ശേഷം, അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിന്റെ എന്ന് പറയുന്നത് എയർലൈൻസ് ആയിപ്പോയി, എയർലൈൻസ് എന്നായിപ്പോയി. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഈ സ്ക്രിപ്റ്റിൽ ഉള്ളതായിരുന്നു, അത് ഉള്ളതായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഞാനത് തിരുത്തി. പിന്നെ അത് അങ്ങനെയല്ല, ഒരു ക്ഷമാപണം നടത്തി ഇതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതിനിടയിൽ മോദിജി ചിരിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ അതിനെ ഇറക്കി കയറി ഇടപെടാൻ കഴിഞ്ഞില്ല. ബാക്കി തുടർന്ന് ഞാൻ അവസാനം വരെയും നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ചിരിച്ച സമയത്ത് അതായത് മനസ്സിലായി, തെറ്റായി മനസ്സിലായി. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപക്ഷെ മലയാളം കേട്ടാൽ നന്നായി മനസ്സിലാവും, അതുകൊണ്ടായിരിക്കും. ഈ സ്ക്രിപ്റ്റിലില്ലാത്ത മറ്റെല്ലാം പ്രധാന ഭാഗങ്ങൾ ഒരുപക്ഷെ VN വാസവന്റെ പ്രസംഗം എടുത്തു പോയി, അതെല്ലാം സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു? അതിലൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം വളരെ VN വാസവന്റെ പ്രസംഗം, ശങ്കരാചാര്യജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ജോർജ് കുര്യൻ സാറ് രാഷ്ട്രപതിയോടൊപ്പം പോയത്, ഇതൊന്നും അതിലില്ലായിരുന്നു. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ ഒരു യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ഓഡിയോ പ്രശ്നമാണ്. എനിക്കത് വ്യക്തമായി കേൾക്കാൻ ആ സമയത്ത് കഴിഞ്ഞില്ല. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി, സർക്കാരാണോ താങ്കൾ ആരാണ്? ഇത് വെറുതെ ഞാൻ വളരെ കാലം കൊണ്ട് പ്രധാനമന്ത്രിയുടെ അദ്ദേഹം 2014 വന്ന കാലം മുതൽ ധാരാളം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഡൽഹി പോയി അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കൊരവസരം എന്നെ തേടി വന്നതാണ്. സർക്കാരാണോ നിർദ്ദേശം നൽകാൻ? കളക്ടറേറ്റിൽ നിന്ന് അവർക്ക് നമ്പർ കൊടുത്തു, അങ്ങനെ അവർ വിളിച്ചു, അതേ ഉള്ളൂ. അപ്പോൾ അവർ ആരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല. അപ്പം ഒരു രാഷ്ട്രീയം പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയം എന്താണ് താങ്കളുടെ? അല്ല, എനിക്ക് വേറെ പ്രശ്നമില്ല. ഞാൻ 5 വയസ്സ് മുതൽ BJPയുടെ അനുഭവിയാണ്. സർക്കാർ സർവീസിലായിരുന്നതുകൊണ്ട് ഞാൻ പരസ്യമായ പ്രവർത്തനം ഇല്ലെങ്കിലും ഞാൻ വ്യക്തമായി BJP അനുഭവം, റിട്ടയർഡ് ആയതിനു ശേഷം വ്യക്തമായ രാഷ്ട്രീയ ചായ്വുള്ള ആളാണ്. മോദിജിയുടെ ആരാധകനാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അതുകൊണ്ടാണ് ഞാനിതിന്, അല്ലാതെ ഇതിനകത്തൊരു വലിയ സാമ്പത്തിക ഇതൊന്നും ഉള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തൊന്ന് കാണാനും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കെടുക്കാനുള്ള ഒരു വേദി എന്നുള്ള നിലയിലാണ് ഇതിൽ പങ്കെടുത്തത്. എങ്കിലും ഒരു രാഷ്ട്ര നേതാവിൻ്റെ ഒരു പ്രസംഗത്തിന് പിന്നെ ഒരു തെറ്റ് വരുത്താൻ പാടില്ല, അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2023 താങ്കളെ അഭിനന്ദിക്കുക കൂടി ചെയ്ത ആളാണ് പ്രധാനമന്ത്രി. അക്കാര്യങ്ങളും താങ്കൾ എന്തായിരുന്നു, ഹിന്ദി അധ്യാപകർ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി? ഞാൻ ഹിന്ദി അധ്യാപകനായിരുന്നു. കഴിഞ്ഞ 2024 പെൻഷനായി. പിന്നെ മൻ കി ബാത്ത് അദ്ദേഹം 2014 തുടങ്ങുന്ന കാലം മുതൽ 100 കണക്കിന് എപ്പിസോഡ്, 121 എപ്പിസോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ഹൈലൈറ്റ്സ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ വർഷം കണക്കിന് പല പ്രാവശ്യവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്കൊരു നന്നായി, അല്ല അതിപ്പോൾ എനിക്കത് ഇവരാരും കരുതുന്നത് പോലെ ഒരു രാഷ്ട്രീയം കൊണ്ട്, അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാഷ്ട്രീയം കാര്യം പറഞ്ഞതുകൊണ്ടാവാം അതിനകത്തൊരു. രാഷ്ട്രീയ നേതാക്കളുടെ ചില വിമർശനങ്ങളുണ്ട്, ചില ട്രോളുകളും വരുന്നുണ്ട്, അതിലെന്തെങ്കിലും പ്രതികരണം? അതിപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്വതന്ത്ര രാഷ്ട്രമാണല്ലോ, അവർക്കൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ അത്തരത്തിൽ കാണുന്നു, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത് എല്ലാ മാധ്യമങ്ങളോടും, നമ്മുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും അവരഭിപ്രായം ചോദിച്ചു. കാരണം ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞില്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രാഷ്ട്രീയപരമായ കാരണമാണ് ഇതിനെന്ന് ഉണ്ടാവും. എന്തായാലും ഇനിയും ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായും ഞാനിത് പിന്മാറുന്നില്ല. ഇതിപ്പം ആരും ഇത് പറയുന്നത് പോലെ എനിക്ക് കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ആദരവില്ല, അങ്ങനെയൊന്നുമല്ല. ഇനി അവസരം കിട്ടിയാൽ ചെയ്യും. കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തോടൊപ്പം 2 വേദികളിൽ നേരിട്ട് പങ്കെടുത്തു, ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇനി കിട്ടിയില്ലെങ്കിലും പുതിയ ആളുകൾ കടന്നു വരട്ടെ. അത് എന്തായാലും വ്യക്തമാണ്. താങ്കൾക്ക് എന്തായാലും സാധാരണ നേരത്തെ തന്നെ പല സന്ദർഭങ്ങളിലും സമാനമായി ഈ ബോക്സിൽ നിന്നുള്ള ശബ്ദം ക്ലിയർ അല്ലാത്തതുകൊണ്ട് പല വിവർത്തനങ്ങൾക്കും സമാനമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെയാണ്, ബോധപൂർവം സംഭവിച്ചതല്ല എന്നുള്ളതാണ്. അഭിലാഷിനൊപ്പം മുകേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.